വേണു എന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ വേണു സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വേണുവും നമ്മുടെ മുതലാളിയും സുഹൃത്തുക്കളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് മുതലാളിയെ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. സലീം, ഞാൻ സെക്രട്ടറി ആയതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ എനിക്ക് ഈ സ്ഥാനം തുടർന്നു കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ല. എന്റെ നിലപാട് നിങ്ങളോട് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി തന്നെ പരിശ്രമിക്കും. പക്ഷേ അതിന്റെ പേരിൽ എന്റെ സ്നേഹിതനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. വേണുവിൽ ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാണ് വേണുവിനെ ഞങ്ങൾ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. സലീം പറഞ്ഞത് സലീമിന്റെ സ്വന്തം അഭിപ്രായമാണ്. ഭൂരിപക്ഷത്തെ മാനിക്കാൻ സലീം തയ്യാറാവണം. ഇല്ല, ഭൂരിപക്ഷത്തിന്റെ പേരിൽ എന്ത് തെറ്റ് ശരിയെന്ന് പറയാൻ സലീമിനെ കിട്ടില്ല. സലീമിന്റെ കണക്കൂട്ടലുകൾ ഇന്നുവരെ തെറ്റിയിട്ടുമില്ല. ഞാനിപ്പോ പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യമാവും. വരണ ഈ പാർട്ടിയൊക്കെ മറ്റന്നാളായാലും മനസ്സിലായല്ലോ. വായില വെള്ളം പറ്റിക്കാൻ വാടിയപ്പോ വെളിയിലൊക്കെ വരുമല്ലോ. ഞങ്ങളുടെ കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ. നിങ്ങൾ ഇങ്ങനെ ധൃതിപ്പെട്ടാലോ? മിനിസ്റ്റർ ടൂർ കഴിഞ്ഞു നിങ്ങൾ വന്നോട്ടെ, ഞാൻ എല്ലാം ശരിയാക്കി തരാം. വളരെ ഉപകാരം. അപ്പൊ ഞങ്ങൾ വരട്ടെ. ആ സുരേന്ദ്ര, ഞാൻ തഹസിൽദാരുടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു വെച്ചിരിക്കുക. അദ്ദേഹം നാളെ തന്നെ ഒപ്പിട്ടയക്കും. സുരേന്ദ്ര പോയിക്കോ. ഓ സർ, സലീം എന്താ സലീം, നിന്റെ മുഖത്തൊരു ഗൗരവം? ഇന്ന് യൂണിയൻ തെരഞ്ഞെടുപ്പില് വേണുവിനെയാണ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തത്. ഞങ്ങൾ അതിന് പ്രതിഷേധിച്ചിറങ്ങി പോകുന്ന. അതെനിക്ക് നേരത്തെ അറിയാം. അതല്ലേ ഇവൻ വിളിച്ചിട്ട് ഞാൻ പോകാതിരുന്നേ. വേണുവിനെ കുറിച്ച് തൊഴിലാളികൾക്ക് അഭിപ്രായം ഉണ്ടായിരിക്കും. അതാണല്ലോ അവർ അവനെ തന്നെ തിരഞ്ഞെടുത്തത്. വേണു മാനേജ്മെന്റ് പോകലിൽ കിടക്കുന്ന ഒരു പാവയാണ്. അങ്ങനെയുള്ള ഒരാളെ ഞങ്ങൾ അംഗീകരിക്കണമെന്നാണോ സാറ് പറയുന്നത്? എടാ സലീം, നീ ബഹളം വെക്കരുത്. എല്ലാറ്റിനും പോംവഴിയില്ലേ? നമ്മുടെ ലക്ഷ്യം എന്താണ്? കമ്പനിയിലെ തൊഴിലാളികളുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കണം. അതിനാരായാലും എന്തായാലും ശരി, വേണുവിനെ ഞങ്ങൾ സെക്രട്ടറിയായിട്ട് അംഗീകരിക്കില്ല. ഞങ്ങൾ പുതിയ ഡിമാൻഡ്സ് വെക്കാൻ പോവാണ്. സാറേ, എനിക്ക് ഡിമാൻഡ്സ് ഒന്നുമില്ല കേട്ടോ. നിങ്ങളല്ലാതെ നല്ല മനസ്സിയോട് തുറക്ക്. ഏയ്, നമ്മളിങ്ങനെ ചില്ലറ ബിസിനസ് ചെയ്ത് കഴിഞ്ഞു കൂടുന്നു. ഇല്ല, ആ പേപ്പേഴ്സ് ഒന്നും ശരിയായിട്ടില്ല ഇതുവരെ. ഇല്ല അല്ലെന്നേ, ബിസി ഒന്നും അല്ല. ബോംബെ ടൂർ ക്യാൻസൽ ചെയ്തു. ഏയ് സാർ, അപ്പൊ ശരി, നാളെ കാണാം. ഓക്കെ. ആ സാറായിരുന്നു. ഇരിക്കേ. അതെന്താ ഒരു പുതിയ കീഴ്വഴക്കം? സാറിപ്പോ യൂണിയൻ നേതാവൊക്കെ അല്ലേ, ഇനിയിപ്പോ ബഹുമാനിച്ചില്ലെന്ന് വേണ്ട. ആ ബഹുമാനമൊന്നും വേണ്ട. ഇത് പിന്നെ ഞങ്ങളുടെ പുതിയ ഡിമാൻഡ്സ് ആണ്. ഡിമാൻഡ്സ്? എന്ത് ഡിമാൻഡ്സ്? വായിച്ചു നോക്ക്, അപ്പൊ അറിയാം. ഇതെന്തോന്ന്, നീണ്ട കഥയോ? കുറെ ഉണ്ടല്ലോ. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നെ വായിച്ചോളാം. ഈ വക കാര്യങ്ങളൊന്നും വൈകിക്കരുത്, ഉടനെ മറുപടി കിട്ടണം. ഏതായാലും നീ സെക്രട്ടറി ആയത് എനിക്ക് സൗകര്യമായി. അത് മനസ്സിരിക്കട്ടെ. താമസിയാതെ ഇന്ന് തീരുമാനം എടുക്കണം. വായിച്ചു നോക്കട്ടെ, പെട്ടെന്ന് പറയാൻ പറ്റുമോ? വെരി ഗുഡ്. അപ്പൊ ഞാൻ വരട്ടെ. മിനിമോളെ, എല്ലാരും ഉണ്ടല്ലോ. ഞങ്ങൾ ഗുരുവായൂരിന്ന് വരുന്ന വഴിയാ. പ്രസാദ് ഞാനിട്ട് തരാം. വേണോടെ പോയി? അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മോളെ, വേണു അപ്പുറത്തുണ്ടോ നോക്ക്. വന്ന കാലം നിൽക്കാതിരിക്കുന്നേ. അയ്യോ, പറമ്പിൽ പണിക്കാരെ നിർത്തിയിരിക്കുക, വേഗം പോണം. ഓ, അതൊന്നും സാരമില്ല, കാപ്പി കുടിച്ചിട്ട് പോകാം. വാ ചേട്ടാ. ചേട്ടാ ചേട്ടാ കണ്ടോ? കണ്ടു. എന്നിട്ട് എവിടെ? ദാ നിൽക്കുന്നു. ഞാൻ നിന്റെ ചേട്ടന്റെ കാര്യം ചോദിച്ചത്. ചേട്ടനെ കണ്ടില്ല. നന്നായി.
നിന്റെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചല്ലോ. സത്യത്തിൽ വേണുവേട്ടനെ കാണല്ലേ കാണല്ലേ എന്നല്ലേ നീ മനസ്സിൽ പ്രാർത്ഥിച്ചത്? എന്നെ ആര് പറഞ്ഞു? നിന്റെ മുഖം പറയുന്നുണ്ടല്ലോ. ആ, അതെന്തു പോക്കാണ് ശ്രീമതി, നമ്മളെയൊക്കെ അങ്ങ് തഴഞ്ഞോ? അയ്യേ, എന്താ ഇത്? ആ വലിയ മോളെ മോളെ നമ്മുടെ ആന്റിയുടെ കണ്ണിലെ ഒരു കരട് പോയി. വലിയ കരടാണോ ആന്റി? പിന്നെ ഇത്ര ഉണ്ട്. എവിടെ, ഞാൻ നോക്കട്ടെ. അങ്ങള് കാണിച്ചു തരാം. മോള് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? എന്തിനാ വെള്ളം? ആന്റിയുടെ കണ്ണിലെ കരട് കഴുകി കളയാൻ. ആ മോള് പോയി ഒരു ഗ്ലാസ് എടുത്ത് നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കി വെള്ളം എടുത്തുണ്ടല്ലോ. നല്ല കുട്ടിയല്ലേ? ചെല്ല്. ഓ, മിനിക്കുട്ടി പോയി ശ്രീമതി കണ്ണുറന്നോളൂ. രാജേട്ടൻ എന്താ പറഞ്ഞത്? ഗ്ലാസ് നന്നായിട്ട് കഴുകി പതുക്കെ വെള്ളം എടുത്തോണ്ട് വരാനോ? പിന്നെ വേഗം വെള്ളം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ സംഗതി അങ്ങ് മുഴുപ്പിച്ചോളാം. ഈ രാജേട്ടൻ അങ്ങനെ പോവാതെ വല്ലതും കാണില്ല. അവളിപ്പോഴും വരികയല്ല, വെള്ളമൊക്കെ എടുത്ത് വരുമ്പോ നേരം വിടും. വേണ്ട രാജേട്ടൻ. ആന്റി, വയറ് വയ്ക്കുന്നുണ്ടോ? അപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ കണ്ണിറങ്ങി വയറ്റി അല്ല കരടിറങ്ങി വയറ്റി പോകും. ഇപ്പോഴെന്തായി? അയ്യോ, ഇപ്പൊ കരട് വയറ്റി പോയോ? പിന്നെ ആന്റി, വയറ് വല്ലാതെ വേദനിക്കുന്നുണ്ടോ? പിന്നെ വേദനിക്കാതിരിക്കുമോ മോളെ? കണ്ണി കരട് പോയാ വയറെങ്ങനെ വേദനിക്കും? കണ്ണല്ലേ മോളെ നമ്മുടെ എല്ലാവരുടെയും കണ്ണ്. കണ്ണ് വേദനിച്ച പിന്നെ വയറ് വേദനിക്കാതിരിക്കുമോ? അല്ലേ സിന്ധു? ആന്റി, കണ്ണ് ഞാൻ കഴുകി തരാം. വേണ്ട മോളെ, അതെ അങ്കിൾ കഴിക്കൂടെ കേട്ടോ, അങ്കിൾ കഴിക്കൂടെ. വേണ്ട. പിടിച്ചേ. അയ്യോ മോളെ, മതി മോളെ, കരട് പോയി. അയ്യോ മതി. ഇപ്പൊ കരട് പോയി ആന്റി. പിന്നെ ഇപ്പൊ കരണം പോയി, കംപ്ലീറ്റ് എല്ലാം പോയി. എന്റെ പൊന്നു മോള് കൊണ്ട് അപ്പുറത്ത് കേട്ടോ. ശരി, നല്ല കുട്ടിയല്ലേ? മിനിമോട് അടുത്ത് ഒരു അടവും നടക്കില്ല. ആ അതെങ്ങനെ എന്റെ എല്ലാം അനന്തരമുള്ളൂ. ഇങ്ങനെ ഗുണം വരാനാ? ആ അമ്മ, വീഴുന്നില്ലല്ലോ. രാഘവൻ എടുക്ക് 2 രൂപ. എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ? വിഷദ്രാവക മലനിവാരണ ഫണ്ട്. മലനിവാരണ ഫണ്ടോ? വിഷദ്രാവകല്ല, മലനീരാരണ ഫണ്ട്. എന്തിനാ ഈ ഫണ്ടൊക്കെ? ഇവൻ വെറുതെ നീയൊക്കെ ഏത് ലോകത്താടാ ജീവിക്കുന്നത്? നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് വിഷദ്രാവകം ഒഴുകി മുല്ലയ്ക്കപ്പുഴയിൽ വീഴുന്നത് കൊണ്ട് ആ വെള്ളം കുടിച്ച് എത്ര പേര് ആശുപത്രി കിടക്കുന്നറിയോ? എത്ര പേരാ മരിച്ചെന്നറിയോ? അതിനിപ്പോ പത്രം വായിക്കണ്ടേ? നിന്റെ ഒക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിഷവെള്ളം കുടിച്ച് ആശുപത്രി കിടന്ന് ചാവുമ്പോഴേ നിനക്ക് എന്റെ ഗൗരവം മനസ്സിലാവും. അതിന് എന്തിനാവാസം ഈ ഫണ്ട് പിരിവ്? വെള്ളം കുടിക്കാടേക്കാം. ഈ വെള്ളം കുടിക്കാൻ കൊള്ളാത്തതുകൊണ്ട് നമ്മുടെ മന്ത്രിക്ക് ഒരു മെമ്മോറാണ്ടം കൊടുക്കാൻ വേണ്ടി ഈ ഫണ്ട്. മനസ്സിലായ? എന്ത് പറഞ്ഞാലും ശരി, എന്റെ കാശില്ല. തമാശ പറയാതെ രാഘവ. വാസു കളിക്കരുത്. വാസു വെച്ചേക്കുവല്ലയോ? വാസു കളിക്കരുത്. അത് വീട്ടിൽ അരി വാങ്ങിക്കാനുള്ള കാശാ. അരി വാങ്ങിച്ചിട്ട് ഏത് വെള്ളത്തിലിട്ടാണ് വെക്കാൻ പോകുന്നത്? ഈ വിഷദ്രാവ വെള്ളത്തില്. എവിടുന്നോ ഈ വെള്ളത്തിലിട്ട് അരി വേവിച്ചു തിന്ന് ചാകുന്നതിനേക്കാൾ ഭേദം അരി വെക്കാതെ ചാവുമല്ലേടോ. വാസു, ഇപ്പൊ എവിടുന്നാടാ വിഷദ്രാവം ഒഴുകുന്നത്? കള്ളു കുടിക്കാൻ കാശില്ലാതാകുമ്പോ കുറ്റി എടുത്തോണ്ട് തിരിക്കാൻ ഇറങ്ങിക്കോളൂ. കാശ് കൊടുക്കാൻ. പോയി അരി വാങ്ങിക്കോ. ഓ, ഇയാളൊരു പുണ്യാളൻ. നിങ്ങളാണ് ഇതൊക്കെ അന്വേഷിക്കാൻ? അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും. തൽക്കാലം നിങ്ങൾ ഫാക്ടറിക്കകത്തുള്ള കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി. ഫാക്ടറിക്ക് അകത്തോ പുറത്തൊന്നല്ല, ഇവരെന്റെ സഹപ്രവർത്തകരാ. ഇല്ലാത്ത കാര്യം പറഞ്ഞ് കാശ് പിരിക്കുന്ന തൊഴിലാളി വർഗത്തിന് നാണക്കേടാ. ഓ, ഒരു തൊഴിലാളി സ്നേഹി. ഇപ്പൊ തന്നെ മലമറിക്കാന്ന് പറഞ്ഞ് പോയതാണ് ഡിമാൻഡ്സുമായിട്ട്. എന്നിട്ട് എന്തായി? സലിം കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തല്ലേ ഉള്ളൂ. മാനേജ്മെന്റിന് തീരുമാനമെടുക്കാൻ സമയം കൊടുക്കണ്ടേ? മുതലാളിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മുതലാളിയുടെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ഒരിക്കലും നിങ്ങളുടെ നാവ് പൊങ്ങില്ല. സലിം, എന്നെ വിമർശിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. തെറ്റുണ്ടെങ്കിൽ തിരുത്താനും ഞാൻ തയ്യാറാണ്. പക്ഷേ മറ്റുള്ളവരെ കരുതേച്ച് കാണിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്നെ അതിന് കിട്ടില്ല. മുതലാളിയെ പറഞ്ഞ കൊള്ളുമല്ലേ? അതിനും കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. സലീം, ശബ്ദത്തിൽ പേടിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്താ നോക്കിയിരിക്കുന്നത്? പോയി ജോലി നോക്ക്. ആ ചെല്ലേ.
എന്തിനാ മോളെ പൂ പറിച്ചു കളയുന്നത്? ഇത് കളയാനല്ല മമ്മി. ശോ, ഈ പെണ്ണിന് പൂ കണ്ട കൈ വെറുതെ ഇരിക്കില്ല. അയ്യോ, ഈ മമ്മിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇത് ഡാഡിയുടെ ഫോട്ടോയുടെ മുമ്പിൽ വെക്കാനാ. മിനിമോളോട് എന്തെങ്കിലും പറ ഡാഡി. ഡാഡി, ഒന്ന് ജനിക്കൂ ഡാഡി. ഡാഡി. എനിക്ക് ഇന്ന് ഇവന്റെ തീരുമാനം അറിയണം. എത്ര നാളായി നീട്ടിക്കൊണ്ട് പോകുന്നു? വേണു, നിന്റെ അഭിപ്രായം എന്താണ്? അമ്മേ, എന്റെ പെങ്ങളെ കല്യാണം കഴിക്കണോടാ രാജാന്ന് ഞാൻ പറയുന്നത് എന്റെ സ്റ്റാറ്റസിന് മോശമല്ലേ? അവന്റെ ഒരു സ്റ്റേറ്റസ്. വെരി ഗുഡ്. ആ എടാ വേണു, നമ്മുടെ ആ പുതിയ ഓവർസിയർ ലീവ് കഴിഞ്ഞ് വന്നോ? ഏത് ഓവർസിയർ? ആ അതെ, വന്നിട്ട് നമ്മുടെ ഈ പിന്നെ ആനക്കാര്യം പറയുമ്പോഴാ ഇടയ്ക്ക് ഒരു ചേനക്കാര്യം, ഫാക്ടറി കാര്യമൊക്കെ. പിന്നെ എനിക്കിപ്പൊ അറിയേണ്ടത് ഇവന്റെ വിവാഹ കാര്യമാണ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇരിക്കണ അവിടെ. ഇതിനൊരു തീരുമാനം എടുക്കാതെ നീ ഇപ്പൊ ഇവിടുന്ന് പോണ്ട. നീ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കുന്ന അമ്മ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. എനിക്ക് സിന്ധുവിന് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ കവിതയുടെ കാര്യമൊന്നും ആകാതെ അവളോട് എത്രയെന്ന് വെച്ചാ പറയുക. ഇനിയൊരു വിവാഹം വേണ്ടെന്നല്ലേ അവൾ പറയുന്നത്. നമ്മൾ ആരെങ്കിലും കരുതിയോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? എല്ലാം അവളുടെ തലവിധി. പക്ഷേ നീ എത്ര കാലം ഇങ്ങനെ ഒറ്റത്തടിയായി കഴിയും? അതല്ലമ്മേ ഞാൻ നീ ഇനി ഒന്നും പറയണ്ട. നിന്റെ വിവാഹം കഴിഞ്ഞ് സിന്ധു ഇവിടെ വരുമ്പോ കവിതയ്ക്ക് മിണ്ടാനും പറയാനും ഒരാളുമായി. ആരെന്ത് പറഞ്ഞാലും എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ലമ്മേ. ഇട വേണു, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഏയ്, ഞാനവനെ നിർബന്ധിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓ, അവന്റെ ഭാവം കണ്ടാത്തു നീ നാട്ടിൽ വേറെ ആണുങ്ങളിൽ അല്ലേ അമ്മേ? ആഹാ, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ കുരങ്ങ് കളിപ്പിക്കണല്ലേ? ആ, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോണം. വെരി ഗുഡ്. ഇരിക്കടാ. ചേട്ടാ, എന്താ കവിതേ? ജീവിതകാലം മുഴുവനും സന്യസിക്കാനാണ് ചേട്ടന്റെ ഭാവം? എന്നെ ഓർത്താണ് ചേട്ടൻ കല്യാണം കഴിക്കാതിരിക്കുന്നെങ്കിൽ ഈ ജീവിതത്തിൽ ചേട്ടന് കല്യാണം കഴിക്കാനൊക്കില്ല. ഞാൻ വിധവയാണ്. ഭർത്താവ് മരിച്ച് വിധവയായവൾ. സിന്ധു വിവാഹം കഴിക്കാതെ വിധവയാകണമെന്നാണോ ചേട്ടൻ പറയുന്നത്? കവിതേ, എനിക്ക് ഏറ്റവും വലുത് നീയാ. നിന്റെ ദുഃഖം മാത്രമേ എന്നെ വേദനിപ്പിക്കൂ. ഞാനാണ് ചേട്ടന്റെ ദുഃഖമെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. കവിതേ, സ്വന്തം പുരുഷനെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന സ്ത്രീയുടെ മനസ്സ് ചേട്ടൻ അറിയില്ല. അതുകൊണ്ടാണ് ചേട്ടന് സിന്ധുവിന്റെ മനസ്സ് മനസ്സിലാകാത്തത്. സിന്ധുവിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. നിന്റെ മനസ്സാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനും അമ്മയും എത്ര കാലമായി നിന്നെ നിർബന്ധിക്കുന്നു. നിനക്ക് രണ്ടാമതൊരു വിവാഹം കഴിച്ചൂടെ? മിനിമോളുടെ അച്ഛൻ മരിച്ച അന്ന് മുതൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണിത്. പക്ഷേ ഒരു സ്ത്രീക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയൂ. എന്നെ സ്നേഹിച്ച് ശ്വാസം മുട്ടിച്ച എന്റെ ദാസേട്ടന്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ
സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. എനിക്ക് ജീവിക്കാൻ എന്റെ ദാസേട്ടന്റെ ഓർമ്മകൾ മാത്രം മതി. മരണം വരെ എങ്ങനെ ജീവിക്കാനാണോ നിന്റെ തീരുമാനം? അതെ ചേട്ടാ, ചേട്ടൻ വിചാരിക്കുന്ന പോലെ എനിക്കൊരു ദുഃഖവുമില്ല. എന്റെ മോളും ചേട്ടനും അമ്മയൊക്കെ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനു ദുഃഖിക്കണം? അതൊക്കെ നിന്റെ തോന്നലാണ്. കാലം നമ്മളെല്ലാം ഒറ്റപ്പെടുത്തും. അന്നെന്റെ അനുജത്തി ജീവിതത്തിന്റെ മുഖത്ത് നോക്കി കരയേണ്ടി വരും. ആ കരച്ചിൽ കാണാൻ ഞാൻ ചേട്ടനെ ഒരിക്കലും കരയിപ്പിക്കില്ല. എനിക്ക് വേണ്ടി ചേട്ടന്റെ ജീവിതം നശിപ്പിക്കരുത്. നിനക്ക് വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ എന്റെ സന്തോഷത്തിന് വേണ്ടി ചേട്ടൻ സിന്ധുവിനെ വിവാഹം കഴിക്കണം. അവൾ എത്രയും വേഗം ഇവിടെ വരുന്നത് എനിക്കൊരാശ്വാസമാണ്. ഇക്കാര്യത്തിൽ എനിക്ക് പെട്ടെന്നൊരു തീരുമാനം പറയാൻ കഴിയില്ല. ഞാനൊന്നുകൂടെ ആലോചിക്കട്ടെ.